ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രപഞ്ചവും മനുഷ്യനും. ഇനി നമുക്ക് ഭാരതീയ സൃഷ്ടി സിദ്ധാന്തത്തിൽ നിന്നും ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഹിന്ദുമതം ഒരു ലഘു വീക്ഷണം എന്ന ഗ്രന്ഥത്തിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ശ്രീദാനന്ദ സ്വാമി എഴുതിയിരിക്കുന്നത് നോക്കാം. ഇവിടെ ഏകമായ വസ്തു സൃഷ്ടി നിർവഹിക്കുന്നത് നിരപേക്ഷമായിട്ടാണ്. മായാവി സ്വന്തം മായയെ പ്രവർത്തിപ്പിക്കുന്നു. ബ്രഹ്മം മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വയം പലതാകുകയാണ്. ഹിന്ദുമതത്തെ മറ്റു മതങ്ങളിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്ന ഒരു സൃഷ്ടി മുറയാണിത്. മറ്റു മതങ്ങളിൽ ഈശ്വരൻ ശൂന്യത്തിൽ നിന്നും സൃഷ്ടിയെ വെളിപ്പെടുത്തുന്നു. ഹിന്ദുമതപ്രകാരം ഈശ്വരനിൽ നിന്നും അന്യമായിട്ടല്ല സൃഷ്ടി. സൃഷ്ടിയും സൃഷ്ടികർത്താവും ഒന്ന് തന്നെ. ഈ ഭാവന തികച്ചും യുക്തിയുക്തമാണ്. തൻ്റെ തന്നെ മായാശക്തി കൊണ്ട് ഈശ്വരൻ പലതാകുന്നു. ഈ പ്രപഞ്ച സൃഷ്ടി വീക്ഷണം നമ്മെ ബ്രഹ്മാണ്ട പിണ്ഡാണ്ട സങ്കല്പത്തിലാണ് എത്തിക്കുന്നത്. ബ്രഹ്മാണ്ടത്തിൻ്റെ മാക്രോകോസം ഒരു ചെറുപതിപ്പാണ് മനുഷ്യ ശരീരമാകുന്ന പിണ്ഡാണ്ടം എന്നാണ് സിദ്ധാന്തം. മൈക്രോകോസം, മാക്രോകോസം, മൈക്രോകോസം. പ്രപഞ്ചമാകുന്ന ബ്രഹ്മാണ്ടവും മനുഷ്യ ശരീരമാകുന്ന പിണ്ഡാണ്ടവും ഒരേ പ്രതിഭാസത്തിൻ്റെ വലുതും ചെറുതുമായ പതിപ്പുകളാണ്. ബ്രഹ്മാണ്ടത്തിലുള്ളതെല്ലാം സൂക്ഷ്മ രൂപത്തിൽ പിണ്ഡാണ്ടത്തിലും, പിണ്ഡാണ്ടത്തിലുള്ളതെല്ലാം സ്ഥൂല രൂപത്തിൽ ബ്രഹ്മാണ്ടത്തിലുമുണ്ട്. ബ്രഹ്മാണ്ടത്തിലുള്ളതെല്ലാം നമ്മുടെ ശരീരത്തിലുമുണ്ട്, ശരീരത്തിലുള്ളതെല്ലാം ബ്രഹ്മാണ്ടത്തിലുമുണ്ട്, സ്ഥൂല രൂപമാണെങ്കിലും. അങ്ങനെ ബ്രഹ്മാണ്ടത്തിൽ നടക്കുന്ന ഊർജ സ്പന്ദനങ്ങൾ അതുകൊണ്ട് തന്നെ പിണ്ഡാണ്ടമാകുന്ന മനുഷ്യനിലും പ്രതിഫലിക്കുന്നു. മനുഷ്യന് 3 ഘടകങ്ങളാണുള്ളത്. നമുക്ക് ദൃഷ്ടിഗോചരമായ സ്ഥൂല ശരീരം, വിചാരങ്ങൾ ഉൾക്കൊള്ളുന്ന അന്ധഃകരണമായ സൂക്ഷ്മ ശരീരം, ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന അജ്ഞാനസ്വരൂപമായ ഇരുണ്ട മറയെന്ന കാരണ ശരീരം എന്നിവയാണവ. ലളിതമായി നമുക്കിതിനെ ശരീരം, മനസ്സ്, ആത്മാവ് എന്ന് വിളിക്കാം. പ്രപഞ്ച ശരീരത്തിനും ഇതുപോലെ 3 ഘടകങ്ങളുണ്ട്. അനന്തകോടി നക്ഷത്രങ്ങളും സൗരയുധങ്ങളും ഗ്രഹങ്ങളുമെല്ലാം അടങ്ങിയ ഈ പ്രപഞ്ചമാണ് സ്ഥൂല ശരീരം. ഈ സ്ഥൂല ശരീരത്തിൻ്റെ ഓരോ അണുവിലും നിലനിൽക്കുന്ന സൂക്ഷ്മ ചൈതന്യവും ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഈശ്വരനുമുണ്ട്. ഇവയാണ് യഥാക്രമം പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ കാരണ ശരീരങ്ങൾ. മനുഷ്യ ശരീരത്തിലെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ യഥാക്രമം വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നിങ്ങനെയും പ്രപഞ്ചത്തിൻ്റെ ഈ അവസ്ഥകളെ വിരാട്, ഹിരണ്യഗർഭൻ, ഈശ്വരൻ എന്നിങ്ങനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ വിളിച്ചിരുന്നത്. പഞ്ചഭൂതാത്മകമായ ബ്രഹ്മാണ്ടത്തിൻ്റെ സകല അംശങ്ങളും ഉൾച്ചേർന്ന അതിൻ്റെ ഒരു കൊച്ചു പതിപ്പാണ് പിണ്ഡാണ്ടമാകുന്ന മനുഷ്യ ശരീരം. ഭാരതീയ ദർശനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചൈതന്യവത്തും ശാസ്ത്രീയവുമായ ഒരു സിദ്ധാന്തമാണിത്. ബ്രഹ്മാണ്ടത്തിൻ്റെ സ്വഭാവവും അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങളും
പിണ്ഡാണ്ഡമായ മനുഷ്യ ശരീരത്തെയും സ്വാധീനിക്കുന്നു. ഇത് തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. ഇതാണ് പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനവും സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരവും ബ്രഹ്മാണ്ടവും പിണ്ഡാണ്ഡവുമാകുന്നു. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.